ചേലക്കരയിൽ വീട് വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ച സംഭവത്തിൽ പി.വി. അൻവറിനെതിരെ CPIM വീടുകൾ നിർമ്മിക്കാൻ എത്ര പണം ആരിൽ നിന്നെല്ലാം വാങ്ങിയെന്ന് അൻവർ വെളിപ്പെടുത്തണമെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിക്കേണ്ടിയിരുന്ന വീടുകൾ നഷ്ടമായത് അൻവറിന്റെ വാഗ്ദാനങ്ങളിൽ കുടുങ്ങിയത് മൂലം. ന്യൂസ് മലയാളം പുറത്തുകൊണ്ടുവന്ന വാർത്ത ഗൗരവതരമെന്നും KV അബ്ദുൽ ഖാദർ. മലയാളം ന്യൂസ് പുറത്തുവിട്ട ഈ സംഗതി വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. എങ്ങനെയാണ് ആളുകളെ പറ്റിക്കുന്നത്, എങ്ങനെയാണ് ആളുകളെ വഞ്ചിക്കുന്നത്, ശ്രീ അൻവറിൻ്റെ വാചോടാപങ്ങളിൽ എങ്ങനെയാണ് പലപ്പോഴും പലരും വീണുപോയത്, അത് വ്യക്തമാക്കുന്നതാണ് ഈ സംഗതി. ചേലക്കരയിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എല്ലായിടത്തും വാഗ്ദാനങ്ങൾ കൊടുത്തു. നിങ്ങൾക്ക് ഞാൻ വീട് നിർമ്മിച്ച് നൽകാം, പള്ളി കമ്മിറ്റിയുടെ ഒപ്പുണ്ടെങ്കിൽ ഞാൻ വീടുകൾ വെച്ച് തരാം. ഇങ്ങനെ പല പല പാവങ്ങളെ പറ്റിച്ച് അവരെല്ലാം എന്താ പറയുക, പ്രലോഭിപ്പിച്ച്, പക്ഷെ അവസാനം കാലുമാറി പോവുകയാണ് ചെയ്തത്. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കെ ഇങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുക്കാമോ എന്ന പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വീടുകൾ വാഗ്ദാനം ചെയ്ത് കുറേയേറെ ആളുകളെ പ്രലോഭിപ്പിച്ച് കൂടെ നിർത്തി. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ പിന്നെ അവിടെ നിന്ന് മൂടും തട്ടി പോവുകയാണ്. യാതൊരു ബാധ്യതയില്ല. ഇതാണോ സംശുദ്ധ രാഷ്ട്രീയം? ഇതാണോ ശ്രീ അൻവർ വാഗ്ദാനം ചെയ്ത സംശുദ്ധ രാഷ്ട്രീയം എന്ന് നാട്ടിലെ മുഴുവൻ ജനങ്ങളും ചോദിക്കുന്നുണ്ട്. പി.വി. അൻവറിനെതിരെ കൂടുതൽ പരാതികൾ ഇന്നും രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. കൂടുതൽ പേർ ഇതുപോലെ അൻവറിനെ വിശ്വസിച്ച് ഉള്ള വീടുകൾ പൊളിച്ചു കളഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നും പുറത്തു വന്നിട്ടുണ്ട്. പി.വി. അൻവർ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ന്യൂസ് മലയാളത്തെ തീർത്തും പൊതുസമൂഹത്തിൽ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഇന്നലെ നടത്തുന്നതും നമ്മൾ കണ്ടു. ലെവിൻ K. വിജയൻ ചേർന്നു വിവരങ്ങളുമായി. ലെവിൻ, ഏതായാലും ഈ വിഷയത്തിൽ CPM പ്രതികരണം നടത്തിയിരിക്കുന്നു. ഏത് രീതിയിൽ ഈ പരാതികളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവിടെ CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉദ്ദേശിക്കുന്നത്? ഒപ്പം UR പ്രദീപ് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുന്നത് കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന്. ഈ പരാതികളെ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്? ലക്ഷ്മി, CPM ഔദ്യോഗികമായി ഈ വിഷയത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നു. ചേലക്കരയിൽ വീടുകൾ നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാന തട്ടിപ്പ് നടത്തിയ അൻവറിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നമ്മളോട് ഇന്ന് സംസാരിച്ചിരിക്കുന്നത്. അൻവർ ഇതുമായി ബന്ധപ്പെട്ട് ചെലവാക്കിയ തുക എത്രയാണെന്നുള്ള കണക്കുകൾ വെളിപ്പെടുത്തണം. ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ജനങ്ങളോട് പുറത്തു പറയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി CPM മുന്നോട്ട് വച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ആളുകളെ വഞ്ചിച്ച് ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ട് നിർമ്മാണം നടത്തിയ ഈ പദ്ധതി എന്തുകൊണ്ട് പൂർത്തിയായില്ല എന്നും എന്ന് പൂർത്തീകരിക്കുമെന്ന് പറയാനുള്ള ബാധ്യസ്ഥത അൻവറിനുണ്ടെന്നും CPM ജില്ലാ സെക്രട്ടറി നമ്മളോടായി പറഞ്ഞു. എന്തുകൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ ഇരിക്കുന്നത് എന്ന് ജനങ്ങളോട് പറയാൻ അൻവറിന് ബാധ്യതയുണ്ട്. പലർക്കും ലൈഫ് ഭവന പദ്ധതിയിലടക്കം ലഭ്യമാവേണ്ടിയിരുന്ന വീടുകളാണ് അൻവറിൻ്റെ ഇടപെടലോടുകൂടി ഇല്ലാതായിരിക്കുന്നത്. മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തെക്കുറിച്ച് അതിനുശേഷം ജനങ്ങളെ വഞ്ചിച്ച് കടന്നു കളഞ്ഞതാണോ സംശുദ്ധ രാഷ്ട്രീയമെന്ന് അൻവർ പറയാൻ തയ്യാറാകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മറ്റു മാധ്യമങ്ങൾ കൂടി ഈ വാർത്ത ഏറ്റെടുക്കണമെന്ന് പറയുന്ന KV അബ്ദുൽ ഖാദർ ന്യൂസ് മലയാളത്തെ അഭിനന്ദിക്കുന്നുമുണ്ട്. ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്ന വിവരങ്ങളെല്ലാം പൂർണ്ണമായും ശരിയാണ്. ചേലക്കരയിലെ ജനങ്ങൾ ഈ അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വഞ്ചനയുടെ കഥ പറയുന്നു. ചേലക്കരയിൽ മാത്രമല്ല, നിലമ്പൂരിലും സമാനമായ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് അൻവറിന്റെ നേതൃത്വത്തിൽ എന്നുള്ളതും ഇദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന് കുറച്ച് വോട്ടുകൾ കിട്ടിയത് ഇത്തരം തട്ടിപ്പുകളുടെ കൂടെ ഫലമായിട്ടാണ് എന്നുള്ളതാണ് KV അബ്ദുൽ ഖാദർ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആളെ മാധ്യമങ്ങൾ തുറന്നു കാട്ടണം. ന്യൂസ് മലയാളത്തിന്റെ ഇടപെടൽ അഭിനന്ദാർഹമാണ്. ആളുകളെ പറ്റിച്ചും പ്രലോഭിപ്പിച്ചും ശേഷം പോകുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണ്. ചേലക്കരയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നത്. അൻവർ പറയുന്നത് സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവാണ് താൻ എന്നുള്ളതാണ്. ഇത്തരത്തിൽ ജനങ്ങളെ വഞ്ചിച്ച് കടന്നു കളയുന്നതാണോ സംശുദ്ധ രാഷ്ട്രീയമെന്നും CPM ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ചേലക്കരയിലെ നിസ്സഹായരായ മനുഷ്യരെ സഹായിക്കാൻ CPM ആവശ്യമായ ഇടപെടൽ നടത്തും, തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പറയുന്നു. പാവപ്പെട്ടവരെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന അൻവറിന്റെ തട്ടിപ്പുകൾ ജനം തിരിച്ചറിയണമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇന്ന് കൂടുതൽ പേർ പരാതികളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് മലയാളത്തിലൂടെ തന്നെ അൻവർ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുള്ള പരാതികൾ ഈ ചേലക്കരയിലെ നിസ്സഹായരായ മനുഷ്യരിൽ ഒരു കൂട്ടം ആളുകൾ പുതുതായി ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയണമെന്നുള്ള ആവശ്യമാണ് CPM ഉന്നയിച്ചിരിക്കുന്നത്. പരാതിക്കാർ കൂടുതൽ പേർ പരാതിയുമായി മുന്നോട്ട് വരികയും ചെയ്യുകയാണ്. ലക്ഷ്മി.
ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ